ബി.ജെ.പിയുടെ പുതിയ ഭാരവാഹി പട്ടികയ്ക്കെതിരെ സുരേന്ദ്രപക്ഷം കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകും. മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാകും പരാതി. വനിതാ സംവരണം പാലിച്ചില്ലെന്നാണ് ആക്ഷേപം. ജനറൽ സെക്രട്ടറിമാരിൽ SC വിഭാഗത്തിൽപ്പെട്ടയാളെ ഉൾപ്പെടുത്തിയില്ലെന്നും പരാതിയുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരി നമുക്കൊപ്പം ചേരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി. സുരേന്ദ്രപക്ഷത്തിന് പൂർണ്ണമായ ഒരു നിരത്തലാണ് ഈ പുതിയ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ച് അദ്ദേഹം പരിഗണിക്കപ്പെടും എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന C. കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള ആളുകളെ പരിഗണിക്കപ്പെട്ടില്ല. അപ്പോൾ എപ്പോഴാണ് അമിത്ഷാ എന്ന് നേരിൽ കാണുമ്പോൾ പരാതിപ്പെടാൻ സാധ്യതയുണ്ടോ, അതോ കേന്ദ്ര നേതൃത്വത്തിന് മറ്റൊരു രീതിയിൽ പരാതി? എങ്ങനെയാണ് കാര്യം? പിന്നിൽ ഇന്ന് എന്തായാലും അമിത്ഷാ വരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ പറയാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ സംഭവിച്ചത് കഴിഞ്ഞ കമ്മിറ്റിയിൽ വിമതപക്ഷത്തുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ഔദ്യോഗിക പക്ഷമായി മാറുകയും കഴിഞ്ഞ കമ്മിറ്റിയിലെ ഔദ്യോഗിക പക്ഷക്കാരെല്ലാം വിമതപക്ഷത്തേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിലിപ്പോൾ ഈ വെട്ടിനിരത്തലിൽ തൽക്കാലം മൗനം പാലിച്ചുകൊണ്ട് ഈ കമ്മിറ്റി രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ കേന്ദ്ര നേതൃത്വം ചില നിർദ്ദേശങ്ങൾ, മാനദണ്ഡങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ആ മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിക്കാതെയാണ് ദേശീയ പ്രസിഡന്റ്. കഴിഞ്ഞ കമ്മിറ്റിയിൽ 4 വനിതകൾ മുഖ്യ ഭാരവാഹിത്വത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ 5 പേർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ എണ്ണം കുറഞ്ഞ് അത് 4 ചുരുങ്ങി എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 3 വൈസ് പ്രസിഡന്റുമാർ വനിതകൾ മാത്രമായി ഉണ്ടായിരുന്നു. ഇത്തവണ മുൻ DGP ആയിട്ടുള്ള ശ്രീലേഖ മാത്രമാണ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ളത്. സെക്രട്ടറിമാരിൽ കഴിഞ്ഞ തവണയും 2 പേരായിരുന്നു, ഇത്തവണയും 2 പേരുണ്ട്. അപ്പോൾ ഇത്തരമുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുക. മറ്റൊന്ന് പ്രധാനപ്പെട്ടത്, ഈ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ SC വിഭാഗത്തിൽപ്പെട്ട ആളെ ഈ ജനറൽ സെക്രട്ടറിമാർ ഒരാളായി മാറ്റണം എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷെ അത് പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഒരു സമുദായ സമവാക്യം ഒന്നും തന്നെ പാലിക്കാതെയാണ് ഇത്തരത്തിൽ ഒരു സംസ്ഥാന ഭാരവാഹി പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ മാനദണ്ഡങ്ങളിലെ പ്രശ്നങ്ങൾ, കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ പരിഗണിക്കാത്തത്, അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ഭാരവാഹി പട്ടികയിലെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക എന്ന ഒരു തന്ത്രമാണ് ഇതിനകത്ത് K. സുരേന്ദ്രനും V. മുരളീധരനും സ്വാഭാവികമായും സ്വീകരിക്കുക. അല്ലാതെ അവരെ വിട്ടുനിരത്തി അല്ലെങ്കിൽ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ മാറ്റി നിർത്തി എന്നുള്ളൊരു പരാതി നേരിട്ട് പറയുന്നതിന് പകരം ഈ മാനദണ്ഡങ്ങളിലെ പ്രശ്നം അതൊന്നും തന്നെ പരിഗണിച്ചിട്ടില്ല എന്നത് ചൂണ്ടിക്കാണിക്കും. പ്രസാദ്, ഈ മാനദണ്ഡങ്ങളിലെ കാര്യങ്ങൾ പരിഗണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ഈ കാര്യത്തിൽ ഇത് ഒരു മോദിയുടെ നേരിട്ടുള്ള ആശീർവാദത്തോടെ വന്നിട്ടുള്ള ഒരു സംസ്ഥാന പ്രസിഡന്റ് ആണല്ലോ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. സംസ്ഥാന BJP-യിൽ കടുത്ത ഭിന്നത, വിഭാഗീയതയുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തധികം സജീവമല്ലാതിരുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം കേരളത്തിൽ അത്രത്തോളം സജീവമായി നിന്ന ഒരു വ്യക്തിയെ എത്തിച്ചു എന്നുള്ളതാണല്ലോ BJP കേന്ദ്ര നേതൃത്വത്തിന് മനസ്സിലുള്ളത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെതിരെ പരാതി പറയുമ്പോൾ അതൊരു പ്രതിബന്ധമായി നിൽക്കില്ലേ ഇപ്പോൾ ഈ സുരേന്ദ്രപക്ഷത്തിന്റെ മുന്നിൽ? അതുതന്നെയാണ് ഇതിനകത്ത് ബില്ലിൽ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്കറിയാം, ആ പട്ടിക പരിശോധിച്ചാൽ അറിയാം, ആകെ 4 പേർ മാത്രമാണ് മുരളീധര പക്ഷത്തുള്ള ആളുകൾ എന്ന് പറയാവുന്നത്. പക്ഷേ അത്തരത്തിൽ ഒരു തരത്തിലും ഇവർക്ക് നേരിട്ട് ഞങ്ങൾ വെട്ടിനിരത്തി എന്ന് പറയുന്നത്, ബിന്നിൽ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെ അവഗണിച്ചു എന്ന് പറയുന്നതിന് പകരം ഒരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ എന്തെല്ലാമാണോ മാനദണ്ഡങ്ങളായി പരിഗണിക്കേണ്ടിയിരുന്നത് അത് പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അത്തരം വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുകയായിരിക്കും ഏറ്റവും പ്രധാനമായും കാണുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അത് പരിശോധിച്ച് അത് നേരിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇതിൽ നേരത്തെ ബില്ലിൽ സൂചിപ്പിച്ചതുപോലെ നേരിട്ട് അവർക്ക് എന്തായാലും ഇങ്ങനെ ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളെ വെട്ടിനിരത്തി എന്നുള്ളത് പറയാനുള്ള പരിമിതികളുണ്ട്. അപ്പോൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഈ മാനദണ്ഡങ്ങളിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ശരി, വ്യക്തമാണ്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. BJP-യുടെ പുതിയ ഭാരവാഹി പട്ടികയ്ക്കെതിരെ സുരേന്ദ്രപക്ഷം കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ.